അപ്പോൾ നമ്മൾ മെയിൻ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കി, ലുലുവിലൊക്കെ. അപ്പോൾ ടെയിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ മിനിമം ബാച്ച് സൈസ് ഉണ്ട്. അത്രയും ബാച്ച് സൈസിന് ഇത്രയും ലാർജ് ടെയിലിന് ഓഫ് ടേക്ക് വരില്ല. നമുക്ക് സാധനങ്ങൾ റിട്ടേൺ പല സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴാണ് മനസ്സിലായി. ഓഫ് ടേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഓഫ് ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ വെച്ചിട്ട് കടക്കാരെടുക്കുന്നത് ഓഫ് ടേക്ക് ആയിട്ട് കരുതില്ല. കടയിൽ നിന്ന് പോകുന്ന സാധനം ഇങ്ങനെ നമ്മൾ പറയുന്നത് പ്രൈമറി സെയിൽ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടറിന് അടിക്കുന്നതിന് പ്രൈമറി, ഡിസ്ട്രിബ്യൂട്ടറിന് കടക്കാർക്ക് അടിക്കുന്ന സെക്കൻഡറി, കടയിൽ നിന്ന് പോകുന്നതിന് ടേർഷറി അറിയാം. ടേർഷറി സെയിൽ ഇല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ആ ടേർഷറി സെയിൽ ആവശ്യത്തിന് ചിലപ്പോൾ നമ്മൾ ലുലുവിൽ വെച്ച സാധനം വരും. പക്ഷെ അവിടെ ഈ ബനാന പീൽ സോപ്പിന്റെ ചിലപ്പോൾ 5000 പീസൊന്നും പോയിന്ന് വരില്ല. അവിടെ 100-200 വെച്ച് ചിലപ്പോൾ കട 3-4 കടയാണെങ്കിൽ 500 പോയിരിക്കാം മാക്സിമം. പക്ഷെ നമ്മൾ 5000 എണ്ണം അടിക്കുന്നത്. അപ്പൊ അത് ഒരു ക്വാർട്ടർ 500 ഇവിടെ പോയാലും നമുക്ക് നമ്മുടെ സ്റ്റോക്ക് മുഴുവൻ തീരത്തില്ല. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വേറെ കടകളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ, ആൾക്കാർ ചിലപ്പോൾ എടുക്കാൻ റെഡിയാണ്. അതിന് 6 മാസം കഴിഞ്ഞ് മടക്കുമ്പോൾ കുറെ റിട്ടേൺസും വരാൻ തുടങ്ങും ഈ കോർ അല്ലാത്ത പ്രൊഡക്ട്സിന്റെ. അത്രയും ഓഫ് ടേക്ക് എല്ലായിടത്തും വരുന്നില്ലല്ലോ. അതാണ് ഓഫ് ടേക്ക്. ബേസിക്കലി നിങ്ങൾ അവിടെ വെച്ചിട്ട് കസ്റ്റമർ മേടിച്ചോണ്ട് പോകും. പക്ഷെ ഷാൻ കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഓഫ് ടേക്ക് നടക്കും. അല്ലെങ്കിൽ അത് ഓഫ് ടേക്ക് അല്ല. നമുക്ക് കടയിലൊക്കെ കുറെ അടിച്ചു വെച്ചോണ്ട് സെയിൽ ആവുന്നില്ല. ബുക്സിൽ സെയിലാണ്, പക്ഷെ അത് സെയിൽ അല്ലല്ലോ. അപ്പൊ ആ ഓഫ് ടേക്ക് കുറച്ച് കുറവായിരുന്നു കുറെ ടെയിൽ പ്രൊഡക്ട്സ്. നമ്മുടെ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഇത്രയും ഹൈ ആയതുകൊണ്ട് അതുകൊണ്ട് കുറെ റിട്ടേൺ ഒക്കെ വന്നു. കുറച്ചധികം വന്നു, വാല്യൂ കുറവായിരുന്നു. പക്ഷെ ഇറ്റ് ജസ്റ്റ് കമ്പർസം പ്രോസസ് ആണ്. ഇത് കുറെ കൊടുക്കുന്നു, കുറെ വരുന്നു, റിട്ടേൺ അടിക്കണം, ക്രെഡിറ്റ് നോട്ട് കൊടുക്കണം, വണ്ടി പോകുമ്പോൾ തിരിച്ചെടുക്കണം. അപ്പം അത് ഒരു ഇതായിട്ട് നമുക്ക് തോന്നി. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന ഇങ്ങനെ ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ കുറച്ച് നാളായിട്ടുള്ള. സ്ക്വാഡ്, ചെക്ക്ഔട്ട്, ഓറോ, ക്ലിക്ക് എന്നുള്ള നല്ല പേരാണ്. ടാറ്റ ക്ലിക്കിനൊക്കെ മുമ്പുള്ള രജിസ്റ്റർഡ് ട്രേഡ് മാർക്സ് എല്ലാം. അപ്പം ആ ബ്രാൻഡ്സ് മുഴുവനായിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. ഇത് ജിജോ എന്ന് പറഞ്ഞ ഒരു ഗുഡ് പ്രൊമോട്ടർ. അപ്പം ഹി വാണ്ടഡ് ടു എക്സിറ്റ് ഫോർ സം റീസൺ. അപ്പം വി ടുക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബൈ ദാറ്റ് ബ്രാൻഡ്. അപ്പോൾ അതും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ലോറ എന്ന് പറഞ്ഞൊരു സോപ്പ് മേടിച്ചു. ലോറ ഈസ് എ ബജറ്റ് സോപ്പ്, 20 rupees സെഗ്മെന്റിലാണ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് വി ബോട്ട്. ആൻഡ് ഇത് വെച്ചിട്ട് നമ്മൾ ടിഷ്യൂസും ഉണ്ടായിരുന്നു. 7 Oz ടിഷ്യൂ വിച്ച് ഇസ് ഓൺ ബൈ 0 Degree പ്രൊമോട്ടേഴ്സ്. അപ്പം അത് നമ്മൾ മാർക്കറ്റിംഗ് എടുത്തു. എന്നിട്ട് വി ദെൻ ലോഞ്ച്ഡ് അവർ ഓൺ ബ്രാൻഡ് ഓൾസോ കോൾഡ് അഡോർ. ആൻഡ് ദാറ്റ് ഇസ് സോ ദെൻ ഇത്രയും ബ്രാൻഡ്സ് വെച്ചിട്ട് നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ നോക്കി. മൊത്തത്തിൽ പോയിട്ട് ലുലു അല്ലെങ്കിൽ നെസ്റ്റോ പോലത്തെ ഹൈപ്പർ മാർക്കറ്റ്സിൽ ഒരു പോർട്ട്ഫോളിയോ ഓഫർ ചെയ്യാനായിട്ടും നമുക്ക് ക്രോസ് സെൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മളിങ്ങനെ അക്വയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാണല്ലോ. അതിൽ എന്തൊക്കെ സാധനങ്ങൾ പുഷ് ചെയ്യാം അത്രയും നല്ലതാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. കറക്റ്റ്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് മനസ്സിലായത് ബ്രാൻഡൊക്കെ കൊള്ളാം, പക്ഷെ ഒരു 10-50 ഈ 450 പ്രൊഡക്റ്റ് ചെയ്യുന്ന വല്ല 50-60 ഫോക്കസ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ടും 2-3 ബ്രാൻഡിൽ ഫോക്കസ് ചെയ്താലാണ് സെയിൽ വരിക. നമ്മൾ ഇത്രയും ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ടീമിനും ഫോക്കസ് ഉണ്ടാവില്ല. നമുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ അത്രയും പ്രൊഡക്ട്സ് വെക്കണം. വെയർ ഹൗസിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, ബില്ലിങ്ങിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, റീഓർഡറിംഗിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനെല്ലാം റോ മെറ്റീരിയൽ നമ്മൾ തന്നെ പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ചിലപ്പോൾ 5-6 റോ മെറ്റീരിയൽ ഉണ്ടാവും. പാക്കിംഗ് മെറ്റീരിയൽ, മാസ്റ്റർ കാർട്ടൺ ബോക്സ്, അതിനകത്ത് ഇൻഗ്രീഡിയൻസ്. അപ്പം കോംപ്ലിക്കേറ്റഡ് ബിസിനസ് ആവും. അപ്പൊ അത് നമ്മുടെ പ്രൊഡക്ട്സ് കുറച്ച് കറക്റ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ വർക്ക് ആവുമെന്ന് തോന്നിയതുകൊണ്ട് അത് പഠിക്കുന്നത് ഇങ്ങനെയാണല്ലോ.